അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് മിഅ്റാജിൻ്റെ നോമ്പൊക്കെ നോക്കിയിട്ട് ഇരിക്കുകയായിരിക്കും. അല്ലാഹു തആല നമ്മുടെയൊക്കെ അമലുകൾ സ്വീകരിക്കട്ടെ. യുഎഇയിലൊക്കെ ഇന്നലെ കഴിഞ്ഞു. എന്തായാലും അല്ലാഹു തആല നമ്മുടെയൊക്കെ നോമ്പും നിസ്കാരവും അമലുകളൊക്കെ അല്ലാഹു തആല അവൻ്റെ മർളിയായ രീതിയിൽ തൃപ്തികരമായ രീതിയിൽ അല്ലാഹു തആല സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 ആൾക്കാരെ കുറിച്ചാണ്. അഥവാ നാളെ മഹ്ശറയിൽ ഒരു ചാണകലെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് അർശിൻ്റെ തണൽ അഥവാ തണൽ കിട്ടുന്ന 7 ആൾക്കാർ, അത് കിട്ടാൻ ഈ ഒരു 7 ആൾക്കാർക്ക് മാത്രമായിരിക്കും ആ ഒരു തണൽ നിൽക്കാനുള്ള ഭാഗ്യമുണ്ടാവുക. അല്ലാഹു തആല ഈ ഒരു 7 കൂട്ടരിൽ ഒരാളെങ്കിലും ആവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന 7 ആൾക്കാർ എന്നുള്ളത്, ഒന്ന് ഇമാമുൻ ആദിൽ അഥവാ നീതിമാനായ നേതാവാണ്, ഭരണാധികാരിയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചു വളർന്ന യുവാവാണ്. അഥവാ യുവത്വം എന്നുള്ളത് എല്ലാവർക്കും ഏറ്റവും സുവർണ കാലഘട്ടമാണല്ലോ. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയ ഒരു യുവാവാണ് അല്ലെങ്കിൽ യുവതിയാണ് രണ്ടാമത് വരുന്നത്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, എപ്പോഴും ഹൃദയം എല്ലാ സമയവും പള്ളിയുമായി ബന്ധപ്പെട്ട യുവാവാകുന്നു. അതേപോലെ തന്നെ നാലാമത്തേത് റജുലാനി തഹാബ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ അതായത് അവൻ്റെ പേരിൽ ഒന്നിക്കുകയും അവൻ്റെ പേരിൽ തന്നെ ഭിന്നിക്കുകയും ചെയ്ത 2 ആൾക്കാരുടെ, അത് ഒന്നെങ്കിൽ അള്ളാഹുവിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭിന്നിക്കുക അഥവാ സുഹൃത്ത് അള്ളാഹുവിനെതിരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ വരികയോ ഒരു അത് അഭിപ്രായവുമായിട്ട് എതിരാവുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ സാത മൻസബിൻ വജമാലിൻ വഖാല ഇന്നി അഖാഫുല്ലാഹ്, എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യവും സ്ഥാനമാനങ്ങളുമുള്ള ഒരു സ്ത്രീ അവിഹിത വീഴ്ചയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറിയ മനുഷ്യനാണ്. അതേപോലെ തന്നെ ആറാമത്തേത് സ്വതക്ക ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത്. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. അതേപോലെ തന്നെ ഏഴാമത്തേത് വറജുലുൻ സക്കറല്ലാഹു ഖാലിയൻ ഫഫാളത് ഐനാഹു, വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത വിധത്തിൽ വളരെ രഹസ്യമായി ദാനധർമ്മം ചെയ്യുന്നവരാണ് ആറാമത്തെ കൂട്ടർ. അതേപോലെ തന്നെ ഏഴാമത്തേത് ഏകനായിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കണ്ണുനീര് വാർത്തവരാണ് ഏഴാമത്തെ ആൾക്കാരെന്നുള്ളത്. അല്ലാഹു തആല ഈ ഒരു 7 ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളായെങ്കിലും മാറാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.